ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ACRT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ PYQ സെക്ഷനിൽ 2025 ചോദിച്ചിട്ടുള്ള എല്ലാ മലയാളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒറ്റപ്പദമാക്കുക. സുമിത്രയുടെ പുത്രൻ ഒറ്റപ്പദം എന്താ? സൗമിത്രി. സുമിത്രയുടെ പുത്രൻ സൗമിത്രി. നെക്സ്റ്റ് തിതീർഷ. ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതീർഷ എന്നത് തരണം ചെയ്യാനുള്ള ഇച്ഛയാണ്. തരണം ചെയ്യാനുള്ള ഇച്ഛയ്ക്ക് പറയുന്നതാണ് തിതീർഷ. ഇനി കാണുന്നയാൾ. ഒറ്റപ്പദം എന്താ? കാണുന്നയാൾക്ക് ഒറ്റപ്പദമാണ് പ്രേക്ഷകൻ. പ്രേക്ഷകൻ, കായും ഷായും ചേർന്നിട്ടുള്ള പ്രേക്ഷകനാണ് കാണുന്നയാള്. നെക്സ്റ്റ് താഴെ പറയുന്നത് ശരിയായ പദം തിരഞ്ഞെടുക്കുക. വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം. എന്താ ഒറ്റപ്പദം? പിപാസ. വെള്ളം കുടിക്കാനുള്ള ആഗ്രഹത്തിന് ഒറ്റപ്പദം പിപാസ. അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം എന്താ? ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം പിപാസ. ഓക്കെ. സർവം ആത്മാവായി കരുതുന്നവൻ എന്താ ഒറ്റപ്പദം? സർവം ആത്മാവായി കരുതുന്നവൻ ഒറ്റപ്പദമാണ് ആത്മയാജി. ആത്മയാജിയാണ് സർവം ആത്മാവായി കരുതുന്നവൻ ആത്മയാജി. ഓക്കെ, നെക്സ്റ്റ് ആണ് എളുപ്പത്തിൽ ചെയ്യാവുന്നത്. ഒറ്റപ്പദം എന്താ? എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുകരം. എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുകരം. ചെയ്യേണ്ടത് ചെയ്ത എന്നർത്ഥം വരുന്ന പദം എന്താ? ചെയ്യേണ്ടത് ചെയ്ത. അത് കൃതകൃത്യ എന്നാണ്. ചെയ്യേണ്ടത് ചെയ്ത എന്നർത്ഥം വരുന്ന പദമാണ് കൃതകൃത്യ. 12 വർഷക്കാലം എന്നതിന്റെ ഒറ്റപ്പദം എന്താ? 12 വർഷക്കാലം വ്യാഴവട്ടം. 12 വർഷക്കാലത്തിന്റെ ഒറ്റപ്പദമാണ് വ്യാഴവട്ടം. ഇനി ഭാഗിനേയൻ. താഴെ കൊടുത്തിട്ടുള്ളവർ ഏതിന്റെ ഒറ്റപ്പദമാണ് ഭാഗിനേയൻ? ഭാഗിനേയൻ എന്നത് സഹോദരിയുടെ മകനാണ് ഭാഗിനേയൻ. സഹോദരിയുടെ മകൻ ഭാഗിനേയൻ. മകന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏതാ? മകന്റെ ഭാര്യ എന്നർത്ഥം വരുന്നത് സ്നുഷ. മകന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദമാണ് സ്നുഷ. വ്യാകരണം പഠിച്ചിട്ടുള്ളവൻ ഒറ്റപ്പദം എന്താ? വൈയാകരണൻ. വ്യാകരണം പഠിച്ചിട്ടുള്ളവന്റെ ഒറ്റപ്പദമാണ് വൈയാകരണൻ. കൂടിച്ചേരാനുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന വാക്കാണ് സംഗമവേദി. സംഗമവേദിയാണ് കൂടിച്ചേരാനുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന വാക്ക് തന്നെ സംഗമവേദി. ക്ഷമിക്കാൻ പറ്റാത്തത്. അതിന്റെ ഒറ്റപ്പദം എന്താ? ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ ഒറ്റപ്പദമാണ് അക്ഷന്തവ്യം. ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ ഒറ്റപ്പദം എന്താണ്? അക്ഷന്തവ്യം. ഓക്കെ. അപ്പൊ എന്തെങ്കിലും സുമിത്രയുടെ പുത്രനാണ് സൗമിത്രി. സൗമിത്രനല്ല, സൗമിത്രി. സുമിത്രയുടെ പുത്രൻ സൗമിത്രി. തരണം ചെയ്യാനുള്ള ഇച്ഛയ്ക്ക് എന്താ പറയാ? തരണം ചെയ്യാനുള്ള ഇച്ഛയാണ് തിതീർഷ. കാണുന്നയാൾക്കുള്ള ഒറ്റപ്പദം എന്താ? പ്രേക്ഷകൻ. കാണുന്നയാളുടെ ഒറ്റപ്പദമാണ് പ്രേക്ഷകൻ. വെള്ളം കുടിക്കാനുള്ള ആഗ്രഹത്തിന് എന്താ പറയാ? വെള്ളം കുടിക്കാനുള്ള ആഗ്രഹമാണ് പിപാസ. വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം പിപാസ. അറിയാനുള്ള ആഗ്രഹമാണെങ്കിലോ? അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം പിപാസ. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. സർവം ആത്മാവായി കരുതുന്നവൻ ആത്മയാജി. സർവം ആത്മാവായി കരുതുന്നവനാണെങ്കിൽ എന്താ ഒറ്റപ്പദം? ആത്മയാജി. എളുപ്പത്തിൽ ചെയ്യാവുന്നത് ഒറ്റപ്പദം എന്താ? എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒറ്റപ്പദമാണ് സുകരം. എളുപ്പത്തിൽ ചെയ്യാവുന്നതിന്റെ ഒറ്റപ്പദമാണ് സുകരം. ചെയ്യേണ്ടത് ചെയ്ത എന്നർത്ഥം വരുന്ന പദം ഏതാ? ചെയ്യേണ്ടത് ചെയ്ത എന്നർത്ഥം വരുന്ന ഒറ്റപ്പദമാണ് കൃതകൃത്യ എന്നാണ് ചെയ്യേണ്ടത് ചെയ്ത. 12 വർഷക്കാലത്തിന്റെ ഒറ്റപ്പദമാണ് വ്യാഴവട്ടം. ഇനി ഭാഗിനേയൻ എന്നത് സഹോദരിയുടെ മകനാണ് ഭാഗിനേയൻ. മകന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാ? അത് സ്നുഷ. മകന്റെ ഭാര്യ എന്നത് സ്നുഷ. സഹോദരിയുടെ മകനാണെങ്കിൽ ഭാഗിനേയൻ. വ്യാകരണം പഠിച്ചിട്ടുള്ളവന്റെ ഒറ്റപ്പദമാണ് വൈയാകരണൻ. കൂടിച്ചേരാനുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന വാക്കേതാ? കൂടിച്ചേരാനുള്ള സ്ഥലം എന്നർത്ഥം വരുന്നതാണെങ്കിൽ സംഗമവേദി. ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ ഒറ്റപ്പദം എന്താണ്? ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ ഒറ്റപ്പദമാണ് അക്ഷന്തവ്യം. ഓക്കെ, നെക്സ്റ്റ് ആണ് അറിയാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം എന്ന ഒറ്റപ്പദം എന്താണ്? ജിജ്ഞാസ. ജനനം മുതൽ മരണം വരെ എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം എന്താണ്? ആജീവനാന്തം. ജനനം മുതൽ മരണം വരെ എന്ന അർത്ഥം പ്രയോഗിക്കുന്ന ഒറ്റപ്പദമാണ് ആജീവനാന്തം. അപ്പൊ എന്താ പറയുക? അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. ജനനം മുതൽ മരണം വരെ എന്ന അർത്ഥം പ്രയോഗിക്കുന്ന ഒറ്റപ്പദമാണ് ആജീവനാന്തം. കേട്ടോ. ജനനം മുതൽ മരണം വരെ. ഇനി ജനകന്റെ മകൾ. ഒറ്റപ്പദം എന്താ? ജനകന്റെ മകളുടെ ഒറ്റപ്പദമാണ് ജാനകി. ജനകന്റെ മകളുടെ ഒറ്റപ്പദമാണ് ജാനകി. ജനകന്റെ മകളുടെ ഒറ്റപ്പദം എന്താണ്? ജാനകി. അറിയാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റപ്പദം എന്താ? ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹമാണെങ്കിൽ ജിജ്ഞാസ. അത്യധ്വാനം കൊണ്ടുള്ള ഔഷധ എന്നതിന്റെ ഒറ്റപ്പദം എന്താ? അത്യധ്വാനം കൊണ്ടുള്ള ഔഷധ ഊപ്പാട്. അത്യധ്വാനം കൊണ്ടുള്ള ഔഷധത്തിന്റെ ഒറ്റപ്പദമാണ് ഊപ്പാട്. അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്ന അർത്ഥം വരുന്ന പദം ഏതാ? അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്ന അർത്ഥം വരുന്ന പദമാണ് പരഭൃത. അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്നർത്ഥം വരുന്ന പദമാണ് പരഭൃത. കേട്ടേ തീരൂ എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? ശ്രാവ്യം. അന്യനാൽ വളർത്തപ്പെട്ടവൾ പരഭൃത. കേട്ടേ തീരൂ എന്നതിന്റെ ഒറ്റപ്പദമാണ് ശ്രാവ്യം. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം എന്താ? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ബുഭുക്ഷു ആണ്. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ ഒറ്റപ്പദമാണ് ബുഭുക്ഷു. ഓക്കെ.
ഇനി നെക്സ്റ്റ് ആണ് പര്യായ പദം. ഇത്രയും വായിച്ചത് ഓക്കെയാണോ? ഒറ്റപദം ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യണോ? ഷോർട്ടാക്കി പറയാം. ജനകന്റെ മകളുടെ ഒറ്റപദം എന്താണ്? ജാനകി. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. അത്യാധ്വാനം കൊണ്ടുള്ള ആവശ്യത ഊപ്പാട്. അന്യനാൽ വളർത്തപ്പെട്ടവൾ പരബ്രത. കേട്ടേ തീരൂ എന്നത് ശ്രാവ്യം. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. ഓക്കെ, നെക്സ്റ്റ് ആണ് പര്യായ പദം. താഴെ തന്നിരിക്കുന്ന സൂചനയിൽ നിന്ന് മാവിന്റെ പര്യായ പദം എടുത്തെഴുതുക. മാവിന്റെ പര്യായ പദം എന്താണ്? ചൂതം. ചൂതമാണ് മാവിന്റെ പര്യായ പദമാണ് ചൂതം. ഓക്കെ, നെക്സ്റ്റ് ആണ് ആരാമം. ആരാമത്തിന്റെ പര്യായ പദം എന്താ? ആരാമം. പൂന്തോട്ടം, ഉദ്യാനം. പൂന്തോട്ടം, ഉദ്യാനം, ഇതൊക്കെയാണ് ആരാമത്തിന്റെ പര്യായ പദങ്ങൾ. കുതിരയുടെ പര്യായ പദമാണ് കുതിരയുടെ പര്യായ പദങ്ങളാണ് ഹയം, പീതി, കോടകം. ഹയം, പീതി. പീതി എന്നത് പ്രീതിയല്ല, പീതി. ഹയം, പീതി, കോടകം, ഇതൊക്കെ കുതിരയുടെ പര്യായ പദങ്ങളാണ്. നെക്സ്റ്റ് കൗമുദി, ജ്യോത്സ്ന എന്നിവ ഏതിന്റെ പര്യായ പദങ്ങളാണ്? നിലാവ്. നിലാവിന്റെ പര്യായ പദങ്ങളാണ് കൗമുദി, ജ്യോത്സ്ന കേട്ടോ. കൗമുദി, ജ്യോത്സ്നയൊക്കെ നിലാവിന്റെ പര്യായ പദങ്ങളാണ്. ജലത്തിന്റെ പര്യായ പദം ഏതൊക്കെയാണ്? ജലത്തിന്റെ പര്യായ പദങ്ങളാണ് വാരി, സലിലം, ഉദകം. വാരി, സലിലം, ഉദകം. ഉദകം. ജലത്തിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? വാരി, സലിലം, ഉദകം. ഓക്കെ, സലിലം, ഉദകം, വാരി. വാരി, ഉദകം, സലിലം. ഇനി പാമ്പ് എന്ന പദത്തിന്റെ പര്യായ പദം ഏതാ? പാമ്പിന്റെ പര്യായ പദമാണ് വിലേശയം. വിലേശയം. പാമ്പ് എന്ന പദത്തിന്റെ പര്യായ പദമാണ് വിലേശയം. സലിലം, വാരി, ഉദകം എന്നത് ഏതിന്റെയാണ്? അത് ജലത്തിന്റെ പര്യായമാണ്. പാമ്പിന്റെ പര്യായ പദമാണ് വിലേശയം. വിലേശയം എന്നത് പാമ്പ് വിലസുന്ന് കണക്ട് ചെയ്യാം കേട്ടോ. വിലേശയം, പാമ്പ്. ഇനി താഴെ കൊടുത്തതിൽ കാട് എന്ന പദത്തിന്റെ പര്യായ പദക്കൂട്ടം ഏതാണ്? കാട്. കാനനം, ഗഹനം, വിപിനം. ഏതൊക്കെയാണ് കാടിന്റെ പര്യായ പദങ്ങള്? കാനനം, ഗഹനം, വിപിനം. കാനനം, ഗഹനം, വിപിനം കേട്ടോ. കാനനം, ഗഹനം, വിപിനം. ഓക്കെ, മാവിന്റെ പര്യായ പദം ആയിരുന്നു മാവിന്റെ ചൂതം. നെക്സ്റ്റ് ആണ് ശരിയായ പര്യായ പദം ഏതാണെന്ന്. ജനയിതാവ്. ജനയിതാവ് എന്നത് ആരാണ്? അച്ഛനാണോ ജ്യേഷ്ഠനാണോ ജനയിതാവ്? അത് അച്ഛൻ കേട്ടോ. അച്ഛനാണ് ജനയിതാവ്. കൊന്നമരം എന്ന അർത്ഥം വരുന്ന പദം. കൊന്നമരത്തിന്റെ പര്യായ പദങ്ങളാണ് കർണികാരം, അരഗതം, സുവർണകം. ഏതൊക്കെയാണ് കൊന്നമരത്തിന്റെ പര്യായ പദങ്ങൾ? ഏതൊക്കെയാണ്? സുവർണകം. സുവർണകം. സുവർണകം, കർണികാരം, അരഗതം. അരഗതം. അരഗതം എന്നത് കൊന്നമരമാണ്. കർണികാരം, സുവർണകം. കൊന്നമരത്തിനാണ് അരഗതം, കർണികാരം, സുവർണകം, കൊന്നമരമാണ്. ഇനി വണ്ട്. വണ്ടിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? വണ്ടിൻ്റെത് ഭ്രമരം, അളി, ഭൃംഗം. ഭ്രമരം, അളി, ഭൃംഗം എന്നൊക്കെ വണ്ടിന്റെ പര്യായ പദങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് കുതിരയുടെ പര്യായ പദങ്ങളാണ് അർവാവ്, കിങ്കിരം, സപ്തി. അർവാവ്, കിങ്കിരം, സപ്തി. സപ്തി, കിങ്കിരം, അർവാവ്, സപ്തി. ഇതൊക്കെ എന്താണ്? കുതിര കേട്ടോ. കുതിരയാണ്. ഓക്കെ, ഭൃംഗം, ഭ്രമരം, അളി, അതെന്തായിരുന്നു? അത് വണ്ടാണ്. കർണികാരം, സുവർണകം, അരഗ്വതം, അതെന്തായിരുന്നു? അത് കൊന്നമരമാണ്. കൊന്നമരം. ഓക്കെ, ഇനി കാറ്റ്. കാറ്റിന്റെ പര്യായ പദങ്ങളാണ് പവനൻ, അനിലൻ, സദാഗരി. അനിലൻ, സദാഗതി. അനിലനും അനലിനും മാറിപ്പോയത്. അനിലന് നിളാന്ന് കണക്ട് ചെയ്ത കേട്ടോ. നിള. കാറ്റ് എന്ന അർത്ഥം വരുന്നത് അനിലൻ, അനിലൻ, സദാഗതി, പവനൻ. പവനൻ, സദാഗതി, അനിലനൊക്കെ കാറ്റ് എന്ന അർത്ഥം വരുന്നതാണ്. ഓക്കെ, ഇനി ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തോഴി. തോഴിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ആളി, സഖി. ആളി, സഖി എന്നതൊക്കെ തോഴിയുടെ പര്യായ പദങ്ങളാണ്. തോഴി, ആളി, തോഴി, ആളി, സഖി, ഇതൊക്കെ സെയിം പര്യായ പദങ്ങളാണ്. ആന എന്ന പദത്തിന്റെ പര്യായ പദം ഏതാ? ആന എന്ന പദത്തിന്റെ പര്യായ പദമാണ് വാരണം. വാരണം എന്നാണ് ആനയുടെ പര്യായ പദം. ഏതാണ്? വാരണം. ഓക്കെ, നെക്സ്റ്റ് ആണ് കാറ്റിന്റെ പര്യായ പദം ഏതൊക്കെയാണ്? കാറ്റിന്റെ പര്യായ പദം വരുന്നത് പവനൻ, മാരുതൻ, അനിലൻ. പവനൻ, മാരുതൻ, അനിലനാണ് കാറ്റിന്റെ പര്യായ പദങ്ങളാണ് പവനൻ, മാരുതൻ, അനിലൻ കേട്ടോ. പവനൻ, മാരുതൻ, അനിലനാണ്. ഭൂമിയുടെ പര്യായ പദം ഏതാണ്? ഭൂമിയുടെ പര്യായ പദങ്ങളാണ് മേദിനി, അവനി, ധരണി. മേദിനി, അവനി, ധരണി, ഇതൊക്കെ ഭൂമിയുടെ പര്യായ പദങ്ങളാണ്. അവനി, ധരണി, മേദിനി. മേദിനി, ധരണി, അവനിയൊക്കെ ഭൂമിയുടെ പര്യായ പദങ്ങളാണ്. കാറ്റിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? പവനൻ, മാരുതൻ, അനിലൻ. ഇനി അരയന്ന എന്ന പദത്തിന്റെ പര്യായമായി വരുന്നത് ഏതാ? അരയന്നം, ഹംസം. ഹംസമാണ് അരയന്നത്തിന്റെ പര്യായ പദമാണ് ഹംസം. ഓക്കെ, മാംസബുക്ക് എന്നതിന്റെ പര്യായ പദം താഴെ തന്നിരിക്കുന്നത് ഏതാണെന്ന്. മാംസബുക്കിന്റെ പര്യായ പദമാണ് ആമിഷാശി. ആമിഷാശി എന്നാണ് മാംസബുക്ക് എന്നതിന്റെ പര്യായ പദമാണ് ആമിഷാശി. ആമിഷാശി. ഈച്ചയുടെ പര്യായ പദം എന്താ? ഈച്ചയുടേത് മക്ഷിക. ഈച്ചയുടെ പര്യായ പദമാണ് മക്ഷിക. ഓക്കെ, ഭൂമിയുടെ പര്യായ പദങ്ങളാണ് മേദിനി, അവനി, ധരണി. കാറ്റിന്റെ പര്യായ പദമാണ് പവനൻ, മാരുതൻ, അനിലൻ. അരയന്നത്തിനാണ് ഹംസം. പക്ഷി എന്ന അർത്ഥം വരുന്നത് ഏതൊക്കെയാണ്? വിഹകം, പത്രി, ശകുന്തം. വിഹകം, പക്ഷി, ശകുന്തം എന്നതൊക്കെ പക്ഷിയാണ്. ഈച്ചയുടെ പര്യായമാണ് മക്ഷിക.
ഓക്കെ, നെക്സ്റ്റ് വിപരീത പദം. വിപരീത പദം എഴുതുക. ഗൗരവം. ഗൗരവം വിപരീതമാണ് ലാഘവം. ഗൗരവം ലാഘവം. ഉത്കർഷം. ഉത്കർഷത്തിന് വിപരീതമാണ് അപകർഷം. ഉത്കർഷം അപകർഷം. നെക്സ്റ്റ് ജംഗമം വിപരീതം സ്ഥാവരം. ജംഗമം സ്ഥാവരം. മണ്ഡനം ഖണ്ഡനം. മണ്ഡനം വിപരീതമാണ് ഖണ്ഡനം. വൃഷ്ടി സമഷ്ടി. വൃഷ്ടി ഏതാണ്? വൃഷ്ടി സമഷ്ടി. അപ്പോൾ ഗൗരവം ലാഘവം, ഉത്കർഷം അപകർഷം. ഉത്കർഷത്തിന്റെ വിപരീത അപകർഷം. ജംഗമം സ്ഥാവരം. ജംഗമം വിപരീത സ്ഥാവരം. മണ്ഡനം ഖണ്ഡനം. വൃഷ്ടി സമഷ്ടി. വൃഷ്ടി സമഷ്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അടിവരയിട്ടിരിക്കുന്ന പദത്തിന് വിപരീത പദം കണ്ടെത്തുക. സ്വാധീനത്തിന്റെ വിപരീതമാണ് പരാധീനം. സ്വാധീനം വിപരീതം പരാധീനം. ആഗമനം. ആഗമനത്തിന്റെ പദത്തിന്റെ വിപരീതം എന്താണ്? നിർഗമനം. ആഗമനം വിപരീതം നിർഗമനം. മുഖ്യം വിപരീതം ഗൗണം. മുഖ്യത്തിന്റെ വിപരീതം എന്താണ്? ഗൗണം. നാഗം. നാഗം നരകം. നാഗം വിപരീതമാണ് നരകം. നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം കേട്ടോ. നാഗം കായാണ്. കാക്കയുടെ കാ. നാഗം വിപരീതം നരകം. നാഗം നരകം. നെക്സ്റ്റ് ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം? അബദ്ധം വിപരീതം സുബദ്ധം. അബദ്ധം സുബദ്ധം. ബാഹ്യം അന്തരം. ബാഹ്യത്തിന്റെ വിപരീതം എന്താണ്? ബാഹ്യല ഖണ്ഡനം മണ്ഡനം. ഓക്കെ, അബദ്ധം സുബദ്ധം. ശരിയായ വിപരീത പദമാണ് ചോദിച്ചിട്ടുള്ളത്. അബദ്ധം സുബദ്ധം. അബദ്ധം സുബദ്ധം. ഖണ്ഡനം മണ്ഡനം. ഖണ്ഡനം വിപരീതം മണ്ഡനം. അബദ്ധം സുബദ്ധം. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗർഹണീയം എന്നതിന്റെ ശരിയായ വിപരീത പദം എന്താ? ഗർഹണീയം സ്പൃഹണീയം. ഗർഹണീയം വിപരീതമാണ് സ്പൃഹണീയം. ഗർഹണീയം സ്പൃഹണീയം. അന്തർമുഖൻ. അന്തർമുഖന്റെ വിപരീത പദമാണ് ബഹിർമുഖൻ. അന്തർമുഖൻ വിപരീതം ബഹിർമുഖൻ. വിപരീത പദം എഴുതുക. ശുദ്ധം. ശുദ്ധം അശുദ്ധം. ശുദ്ധത്തിന്റെ വിപരീതം അശുദ്ധം. അങ്കുശം. അങ്കുശത്തിന്റെ വിപരീതമാണ് നിരങ്കുശം. അങ്കുശത്തിന്റെ വിപരീതം എന്താണ്? നിരങ്കുശം. അങ്കുശം നിരങ്കുശം. ഉഗ്രം. ഉഗ്രത്തിന്റെ വിപരീതമാണ് ശാന്തം. ഉഗ്രം ശാന്തം. ഉഗ്രം ശാന്തം. പ്രതിരോധം. പ്രതിരോധത്തിന് വിപരീതമാണ് അനുരോധം. പ്രതിരോധം അനുരോധം. സാമാന്യം വിപരീതം എന്താ? സാമാന്യ വിശേഷം. സാമാന്യത്തിന് വിപരീതമാണ് വിശേഷം. പുരോഗതി. പുരോഗതിന്റെ വിപരീതമാണ് പശ്ചാത്ഗതി. അധോഗതി അല്ല. ഓപ്ഷനിൽ അധോഗതി ഉണ്ട്, അതല്ല ആൻസർ. പശ്ചാത്ഗതി. പുരോഗതി വിപരീതം പശ്ചാത്ഗതി. ഗാഢം ശിഥിലം. ഗാഢം വിപരീതം എന്താണ്? ശിഥിലം. ഗാഢം ശിഥിലം. പ്രാചീനം വിപരീതം നവീനം. പ്രാചീനം നവീനം. ധനം എന്ന പദത്തിന്റെ വിപരീത പദം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ധനം ഋണം. ധനം എന്ന പദത്തിന്റെ വിപരീതമാണ് ഋണം. ധനം ഋണം. പ്രാചീനം നവീനം. സർവജ്ഞൻ എന്ന വാക്കിന്റെ വിപരീത പദം എന്താ? സർവജ്ഞൻ കിഞ്ചിജ്ഞൻ. സർവജ്ഞൻ എന്ന വാക്കിന്റെ വിപരീത പദമാണ് കിഞ്ചിജ്ഞൻ കേട്ടോ. സർവജ്ഞൻ വിപരീതം കിഞ്ചിജ്ഞൻ. ഉന്നതം. ഉന്നതം വിപരീതമാണ് നദം. നദം. നദം എന്നതിന്റെ വിപരീതമാണ് ഉന്നതം. നദം ഉന്നതം. നദം ഉന്നതം. ഓക്കെ, റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഇനി നെക്സ്റ്റ് നോക്കാം. ശൈലികളും പഴഞ്ചൊല്ലുകളും. കുറച്ച് സ്പീഡിലാണ് വായിക്കുന്നത്. ജീവിതത്തിൽ അപായ സാധ്യതകളെ ശൈലികളും പഴഞ്ചൊല്ലുകളാണ്. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കൂ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണെന്ന് ഓപ്ഷൻ വായിക്കാം. ആൻസർ എന്താണ്? ഭാഗ്യം ധീരനെ തുണക്കുന്നു കേട്ടോ. അതിന്റെ പഴഞ്ചൊല്ലാണ് ഭാഗ്യം ധീരനെ തുണക്കുന്നു. കണ്ണടച്ചിരുട്ടാക്കുക എന്ന ശൈലി ഏതാണ്? കണ്ണടച്ചിരുട്ടാക്കുക എന്ന ശൈലി സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. കണ്ണടച്ചിരുട്ടാക്കുക എന്നത് സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. അജഗര ന്യായം. അജഗര ന്യായം എന്ന ശൈലിയുടെ പൊരുൾ എന്താ? അജഗര ന്യായം എന്നതിന്റെ ശൈലിയുടെ പൊരുളാണ് ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. ഒന്നിനു വേണ്ടിയിട്ടും പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നതാണ് അജഗര ന്യായം എന്ന ശൈലിയുടെ പൊരുള്. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിലെ അർത്ഥം എന്താ? ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിന്റെ അർത്ഥമാണ് അതിവാത്സല്യം അപകടകാരിയാണ്. അതിവാത്സല്യം അപകടകാരിയാണ് എന്നാണ് ചെല്ലം പെരുത്താൽ ചിതലരിക്കും. അതിവാത്സല്യം അപകടകാരിയാണ്. കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്താ? കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥമാണ് അപൂർവമായ സംഭവം. കരണി പ്രസവം എന്നത് അപൂർവമായ സംഭവം. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ലാണ് ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ലാണ് ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. തുടക്കം തന്നെ ഒടുക്കവും ആയിത്തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല് ഏതാ? തുടക്കം തന്നെ ഒടുക്കവും ആയിത്തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല് കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച് എന്നാണ് തുടക്കം തന്നെ ഒടുക്കവും ആയിത്തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ലാണ് കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച് കേട്ടോ. കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. ഇനി സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക. സർപ്പന്യായം. സർപ്പന്യായം എന്നത് അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. അതാണ് സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. ഒന്നിനെയും വകവെക്കാത്തവൻ എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാ? ഒന്നിനെയും വകവെക്കാത്തവൻ എന്ന അർത്ഥം വരുന്ന ശൈലിയാണ് പാഷാണത്തിൽ കൃമി. പാഷാണത്തിൽ കൃമി എന്നാണ് ഒന്നിനെയും വകവെക്കാത്തവൻ എന്ന അർത്ഥം വരുന്ന ശൈലി. ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് എന്തു പ്രവർത്തിക്കാവൂ എന്ന
ആശയം വരുന്ന പഴഞ്ചൊല്ല് എന്താണ്? ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ലാണ് കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്. കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്. അതെ. വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന ശൈലിയുടെ അർത്ഥമാണ് പുരോഗതി ഇല്ലായ്മ. പുരോഗതി ഇല്ലായ്മ. പുരോഗതി ഇല്ലായ്മ. അത് എന്ന് സൂചിപ്പിക്കുന്ന പുരോഗതി ഇല്ലായ്മ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അജ്ഞന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങൾ ഉണ്ടോ? സമാന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാ? കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി. കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. കാപ്പുകെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കാപ്പുകെട്ടുക, ഒരുങ്ങുക. കാപ്പുകെട്ടുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ഒരുങ്ങുക. നിഷ്ഫല യത്നം എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാ? നിഷ്ഫല യത്നം എന്ന അർത്ഥം വരുന്ന ശൈലിയാണ് കാക്കദന്ത ഗവേഷണം. കാക്കദന്ത ഗവേഷണം എന്നാണ്. നിഷ്ഫല യത്നം എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? കാക്കദന്ത ഗവേഷണം. കാക്കദന്ത ഗവേഷണം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. ഈ വരികളുടെ സമാനാശയം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? അത് പാലോട് ചേർന്ന വെള്ളവും പാലാകും. പാലോട് ചേർന്ന വെള്ളവും പാലാകും. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന അർത്ഥം വരുന്നത്. ഇനി ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥമാണ് ആശിച്ചു കാലം കഴിക്കുന്നവൻ. ആശിച്ചു കാലം കഴിക്കുന്നവൻ എന്നാണ് ആലത്തൂർ കാക്ക. ഓക്കെ, നെക്സ്റ്റ്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാ? അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് ഇലയിട്ട് ചവിട്ടുക. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് ഇലയിട്ട് ചവിട്ടുക. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണോ എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുൾ എന്താ? പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുളാണ് ആളറിഞ്ഞ് ദാനം നൽകണം. ആളറിഞ്ഞ് ദാനം നൽകണം. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്നുള്ളത് ആളറിഞ്ഞ് ദാനം ചെയ്യണം. അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? അവസാനിപ്പിക്കുക. അത് ഭരതവാക്കി ചൊല്ലുകയാണ് അവസാനിപ്പിക്കുക. 10 ഗുണം 10 ഗുണം എന്ന ചൊല്ലിനെ യോജിക്കുന്നത് എന്താ? 10 ഗുണം 10 ഗുണം എന്നത് പൈതൃകത്തിന്റെ ഗുണം മക്കളിൽ ഉണ്ടാകും. പൈതൃകത്തിന്റെ ഗുണം മക്കളിൽ ഉണ്ടാകും. തീയില്ലാതെ പുകയില്ല എന്ന ശൈലിയുടെ അർത്ഥം എന്താ? തീയില്ലാതെ പുകയില്ല. കാര്യവും കാരണവും പരസ്പര ആശ്രിതമാണ്. തീയില്ലാതെ പുകയില്ല എന്ന ശൈലിയുടെ അർത്ഥമാണ് കാര്യവും കാരണവും പരസ്പര ആശ്രിതമാണ്. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്ന ചൊല്ലിന് ഏറ്റവും സമാനമായ മലയാളത്തിലെ പഴഞ്ചൊല്ല് ഏതാണ്? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. വേണമെങ്കിൽ ചക്കവേരിലും കായ്ക്കും. ദീപാവലി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? ദീപാവലി കുളിക്കുക, ദുർവ്യയം ചെയ്യുക. ദുർവ്യയം ചെയ്യുക എന്നാണ്. ദീപാവലി കുളിക്കുക എന്നത് ദുർവ്യയം ചെയ്യുക എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? അരയും തലയും മുറുക്കുക എന്നത് തയ്യാറാവുക. അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ആശയമാണ് തയ്യാറാവുക. നെക്സ്റ്റ്. കൊലയാനുള്ളപ്പോൾ കുഴിയാന മതിക്കുക. കൊലയാനുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയമാണ് ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. ചന്ദ്രഹാസം ഇളക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? ചന്ദ്രഹാസം ഇളക്കുക, കോപിക്കുക. ചന്ദ്രഹാസം ഇളക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് കോപിക്കുക. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന പഴഞ്ചൊല്ലിന്റെ ചേരുന്ന അർത്ഥം എന്താ? ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥമാണ് തത്വമല്ല പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം. തത്വമല്ല പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം. ഇനി ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെങ്കിലും പ്രയോജന ശൂന്യം എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ഇനി പമ്പ കടക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? പമ്പ കടക്കുക എന്നത് തോറ്റോടുക. പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് ഏട് കെട്ടുക. പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്നത് ഏട് കെട്ടുക. കുട്ടിച്ചോറാക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? നശിപ്പിക്കുക. കുട്ടിച്ചോറാക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് നശിപ്പിക്കുക. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന പഴഞ്ചൊല്ലിന് അർത്ഥമാകുന്നത് ആവശ്യപ്പെട്ടാലേ ലഭിക്കേണ്ടത് ലഭിക്കുകയുള്ളൂ. ആവശ്യപ്പെട്ടാലേ ലഭിക്കേണ്ടത് ലഭിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആണ് സമാന പദം കേട്ടോ. സമാന പദം. മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏതാ? മേദിനി എന്ന വാക്കിന് സമാനമായ പദമാണ് ഭൂമി. മേദിനി, ഭൂമി. സമത എന്ന വാക്കിന് സമാനാർത്ഥത്തിലുള്ള പദം കണ്ടെത്തുക. സമത, തുല്യത. സമത എന്നത് തുല്യത. നിദ്വാനം എന്ന പദത്തിന്റെ അർത്ഥം എന്താ? നിദ്വാനം, ഞാൻ തിരിച്ചിട്ടതാണ്. നിദ്വാനം എന്ന പദത്തിന്റെ അർത്ഥമാണ് ശബ്ദം. നിദ്വാനം, ശബ്ദം. തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണെന്ന്? തെറ്റായ ജോഡി ക്ഷിതി, ഭൂമി. കറക്റ്റ് ആണ്. ക്ഷിതി, ഭൂമി ജോഡി കറക്റ്റ് ആണ്. രുതിരം, ചോര. രുതിരം, ചോര. സുരൻ, ദേവൻ. സുരൻ എന്നത് ദേവനാണ്. കപോലം, തലയോട്ടി. അത് തെറ്റാണ്. കപാലമാണ് തലയോട്ടി കേട്ടോ. അപ്പൊ ക്ഷിതി, ഭൂമി, രുതിരം, ചോര, സുരൻ, ദേവൻ, കപാലമാണ് തലയോട്ടി. ഓക്കെ, നെക്സ്റ്റ്. വണ്ടിന്റെ പര്യായ പദം ഏതായിരുന്നു? ഭ്രമരം. വണ്ടിന്റെ പര്യായ പദമാണ് ഭ്രമരം. ജലം എന്നർത്ഥം വരുന്ന പദം ഏതാ? ജലം എന്നർത്ഥം വരുന്ന പദമാണ് വനം. ജലം അർത്ഥം വരുന്നത് വനം.
ഞായറോടൊപ്പം ഉണർന്നു ഞാൻ. ഈ വരികളിലെ ഞായർ എന്ന പദത്തിന് അർത്ഥം എന്താ? ഞായറോടൊപ്പം ഉണർന്നു ഞാൻ. ഈ വരികളിലെ ഞായർ എന്ന പദത്തിന് അർത്ഥമാണ് സൂര്യൻ കേട്ടോ, സൂര്യന്. അനുചിത എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അനുചിതം. അനുചിതം എന്നത് വാക്കിന്റെ അർത്ഥമാണ് ഉചിതമല്ലാത്തത്. അനുചിതം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉചിതമല്ലാത്തത്. മേദിനി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മേദിനി എന്ന വാക്കിന്റെ അർത്ഥമാണ് ഭൂമി. മേദിനി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഭൂമിയാണ്. പ്രതിദിനം എന്ന രൂപത്തിന്റെ വിഗ്രഹാർത്ഥം എന്താ? പ്രതിദിനം. പ്രതിദിനം എന്നതിന്റെ ദിനം തോറും. പ്രതിദിനം എന്ന സമാസ രൂപത്തിന്റെ വിഗ്രഹാർത്ഥം എന്താണ്? ദിനം തോറും. പ്രതിദിനം, ദിനം തോറും. ഹ്രദം എന്ന വാക്കിന് സമാന പദം എഴുതുക. കയം. ഹ്രദം എന്നത് കയം കേട്ടോ. ഹ്രദം വാക്കിന് സമാന പദമാണ് കയം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കനകം, കാഞ്ചനം, ഹേമം, ബന്ധുരം. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്ത വാക്ക്? ഏതാണ്? ബന്ധുരം. ഓക്കെ, ബന്ധുരമാണ് കൂട്ടത്തിൽ പെടാത്ത വാക്ക്, ബന്ധുരമാണ്. ഇനി ഓശ എന്ന വാക്കിന്റെ സമാനാർത്ഥം വരുന്ന പദം ഏതാ? ഓശ. ഓശ എന്നത് ശബ്ദം ട്ടോ. ഓശ എന്ന വാക്കിന്റെ സമാനാർത്ഥ പദമാണ് ശബ്ദം. അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഏതാ? അയക്കുന്നയാൾ എന്ന അർത്ഥം വരുന്ന പദമാണ് പ്രേക്ഷകൻ. അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? പ്രേക്ഷകൻ. പ്രാസാദം എന്നതിന്റെ സമാന പദം ഏതാ? പ്രാസാദം. മാളികയാണ്. പ്രാസാദം എന്നത് മാളികയാണ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് ആണ് ചേർത്തെഴുതുക കേട്ടോ. ചേർത്തെഴുതുക. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക. ഇനി ആ പ്ലസ് ഇടം. ആ പ്ലസ് ഇടം എന്താ?